പപ്പ ഞാൻ പറഞ്ഞു ഞാൻ 2007 ആണ് ഞാനും പാറും തമ്മിലെ കല്യാണം. 5 വർഷക്കാലമാണ് പപ്പയുടെ ഒരു നല്ല കാലത്ത് എനിക്ക് പപ്പയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം എനിക്കൊരു നഷ്ടം സംഭവിച്ചു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തമാശകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ജഗദീഷ് കുമാർ ഫാനായിരുന്നു. എനിക്ക് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തമാശകൾ അത്ര ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഈ പിന്നെയുള്ള സിനിമകൾ വരുമ്പോൾ എല്ലാം എനിക്ക് പപ്പയാണല്ലോ. ഞാൻ അത്ര ക്ലോസ് ആയതുകൊണ്ട് എന്നോട് വലിയ കാര്യമായിരുന്നു. മാത്രമല്ല വലിയ കരുതൽ അദ്ദേഹത്തിനെ കുറിച്ചുണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും ഒരു 2 ആഴ്ച ഒരു 20 ദിവസത്തിനുള്ളിൽ കറങ്ങി പുള്ളി വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ പിന്നെ രസമാണ്, ഒരു ആഘോഷമാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോകും, അല്ലെങ്കിൽ പപ്പ ഇവിടെ വരും. വന്നാലും പുള്ളി ഒന്നെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ള മീൻ തലയോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുള്ളൂ. നേരെ വന്ന് എൻ്റെ അമ്മയുടെ കൂടെ അടുക്കളയിലോട്ടാണ്. പിന്നെ അമ്മയും പാറും പപ്പായും കൂടെ കുക്കിംഗ് ആണ്. പുള്ളി കുക്ക് ചെയ്ത് രാവിലെ കാണുകയാണ്. രാവിലെ 5 മണിക്ക് മുമ്പ് പുള്ളി പോകും. ഒരു രാത്രി ഒരു ആഘോഷം, പപ്പയുടെ കൂടെ ഒരു ആഘോഷം, വൈകുന്നേരം ഒന്ന് കിടന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. രാവിലെ എഴുന്നിട്ട് പുള്ളിയുടെ അറിയാലോ, ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലോട്ട് പോകുന്നതിൻ്റെ ഗ്യാപ്പിനിടയിലാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെ പപ്പയുടെ ഒരു ആക്സിഡന്റിന് ശേഷം വലിയൊരു ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇപ്പോഴും ആ മാനസികമായ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും പാറുവൊന്നും റിക്കവർ ആയിട്ടില്ല സ്റ്റിൽ. അപ്പം അതൊരു നമുക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യമായി. ഇപ്പം പറഞ്ഞില്ലേ, ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൻ്റെ സ്ഥാനത്ത് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നൊരു ഭാഗ്യമല്ലേ.